തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 118 പേരുടെ പിന്തുണയില്ലാതെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കില്ല എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. പിന്തുണയ്ക്കുന്നതിൽ CPM, CP വിടുതലൈ ചിരുത്തകൾ കക്ഷികൾ നിലപാട് അറിയിക്കുമെന്നാണ് അറിയുന്നത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. മനീഷ് മൂർത്തി, ഗവർണർ നിശ്ചിതമായ വളരെ ഒരു ശക്തമായൊരു നിലപാടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള കക്ഷികളും ഗവർണറുടെ നിലപാട് വിജയെ സഹായിക്കുന്നുവെന്ന് വേണം കരുതാൻ. കൂടുതൽ കക്ഷികൾ അദ്ദേഹത്തിന് അനുകൂലമായി രംഗത്ത് വരുന്നുവെന്ന് വേണം വിവരം. ഇന്ന് എന്തായാലും CPM ഉം CPI യും ചേർന്നൊരു തീരുമാനമെടുക്കുമെന്നാണ് വിവരം. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ്കാൻ, ഗുഡ് മോർണിംഗ്. VCK വിടുതലൈ സിരുത്തകൾ കക്ഷി, CPIM അതുപോലെ തന്നെ CPI മൂന്ന് പാർട്ടികൾ ഒരുപക്ഷെ ഇന്ന് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു തീരുമാനം ഈ രീതിയിലാണ് വരുന്നത്. അത് MK സ്റ്റാലിൻ്റെ കൺസെൻറ്റോടുകൂടി, അനുമതിയോടുകൂടി TVKയെ പിന്തുണയ്ക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് DMKയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഈ മൂന്ന് പാർട്ടികളും എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിലവിൽ 113 സീറ്റുകളാണ് TVKയ്ക്കുള്ളത്. 6 സീറ്റുകൾ കൂടി, ഇപ്പോൾ മൂന്ന് പാർട്ടികൾക്ക് കൂടി 6 സീറ്റുകളുണ്ട്. ഈ 6 സീറ്റുകൾ കൂടി വരുമ്പോൾ 119 ആ ഒരു മാജിക് നമ്പറിലേക്ക് എന്തായാലും എത്തുകയും ചെയ്യും. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ വിജയ്ക്ക് ഭരണത്തിലെത്താൻ, വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഈ മൂന്ന് പാർട്ടികളുടെ തീരുമാനം നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. CPIM-ൻ്റെയും CPI-യുടെയും യോഗങ്ങൾ നടക്കുന്നത് ഇന്ന് രാവിലെ 10 മണിക്കാണ്. VCKയും സമാന്തരമായുള്ള ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുമുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഉണ്ടായ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത്, രാവിലെ MK സ്റ്റാലിൻ ഒരു വളരെ കൃത്യമായൊരു നിലപാട്, TVKയ്ക്ക് അനുകൂലമായൊരു നിലപാട് എന്തായാലും എടുക്കുന്നു. TVK സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും DMKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. തൊട്ട് പിന്നാലെയാണ് CPIM-ഉം CPI-യും അതുപോലെ തന്നെ VCKയും മക്കൾ നീതി മയ്യവും, കമൽഹാസന്റെ മക്കൾ നീതി മയ്യവും ഒക്കെ വിജയ്ക്ക് അനുകൂലമായുള്ള ഒരു നിലപാട് എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഗവർണർക്കെതിരെയുള്ള, ഗവർണറുടെ നിലപാട് ശരിയല്ല എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളുമായി വരുന്നത്. അപ്പോൾ തന്നെ ഏറെക്കുറെ ഈ പറഞ്ഞ ഘടകകക്ഷികളെല്ലാം തന്നെ TVKയ്ക്ക് അനുകൂലമായൊരു നിലപാടിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.